സർ, വനിതാ ലീഗിനോടുള്ള അതൃപ്തി മുസ്ലിം ലീഗിന് അത് കാരണം നൂർബിന രാജിവെച്ചിരിക്കുക. വളരെ കടുത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യം അതും തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യകാലങ്ങളിൽ തഹ്ലിയയ്ക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഒപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ രാജി. എന്തുകൊണ്ടാകാം അത്? സാർ, അതിനകത്ത് ഇപ്പം നമ്മളൊരു നേതാവിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ അകലെ നിന്ന് കണ്ടിട്ടുള്ള നേതാക്കന്മാർ, അവരെക്കുറിച്ച് നമുക്കറിയില്ല, അവരുടെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ചില പ്രവർത്തന രീതികളോ നിരീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ അഭിപ്രായം പറയുന്നത്. മറ്റു ചില ആളുകളെ നമ്മൾ അടുത്ത് കാണുന്ന ആളുകളാണ്. അവരെ നമുക്ക് അടുത്ത് കാണാനും അവരെ മനസ്സിലാക്കാനും അവരുടെ പ്രവർത്തന രീതികൾ വിലയിരുത്താനും അവസരം കിട്ടുകയും ചെയ്യും ചില നേതാക്കന്മാരെ കുറിച്ച്. കേരള രാഷ്ട്രീയത്തിലെ ധാരാളം നേതാക്കന്മാർക്ക് കുറിച്ച് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനവസരം കിട്ടിയിട്ടുണ്ട്. വളരെ അടുത്ത് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ചിലരെയൊക്കെ ഞാൻ വളരെ അകലെ നിന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എത്രമാത്രം അത് വസ്തുനിഷ്ഠമാകും എന്നെനിക്ക് ഉറപ്പായി പറയാൻ പറ്റില്ല. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് നൂർബിന റഷീദാണ്. നൂർബിന റഷീദ് സംസ്ഥാന സാക്ഷരതാ മിഷനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവരെ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും സാക്ഷരതാ പ്രവർത്തനങ്ങൾക്കൊരു ദിശാബോധം നൽകുകയും നിർദ്ദേശം നൽകുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കൃത്യമായി എനിക്കറിയാവുന്ന ആളാണ്. വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആളുമാണ്. അവർ വളരെ സംസ്കാരമുള്ള, വളരെ കുലീനത്വമുള്ള, മിതഭാഷിയായ ഒരു അഭിഭാഷകയും ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയുമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ഒരു MLA സ്ഥാനത്തിന് വേണ്ടി രാജിവെച്ച് പോകുന്ന ഒരാളല്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. കാരണം എനിക്ക് പരിചയമുള്ളതുകൊണ്ട്. ഫാത്തിമ തഹ്ലിയ ഞാൻ TV-യിലേ കണ്ടിട്ടുള്ളൂ. എനിക്കറിയില്ല ആരാണ്. ഒരു കൊച്ചു പെൺകുട്ടിക്ക് സീറ്റ് കൊടുത്തു എന്നതിനപ്പുറത്ത് ഈ ഫാത്തിമ തഹ്ലിയ ചെയ്ത സേവനം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഫാത്തിമ തഹ്ലിയേക്കാൾ അറിയാവുന്നത് നൂർബിന റഷീദിനെയാണ്. കാരണം ഈ വനിതാ ലീഗിന് ഒരു അടിത്തറ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അഹോരാത്രം പ്രവർത്തിച്ച ഒരാളാണ് നൂർബിന റഷീദ്. അവരെ കഴിഞ്ഞ പ്രാവശ്യം 2021 കോഴിക്കോട് സൗത്തിൽ അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തു എങ്കിലും അവർ തോറ്റതിൻ്റെ പിന്നിൽ ലീഗുണ്ട് എന്നാണ് ശക്തമായൊരു ആരോപണമുള്ളത്. കാരണം സ്ത്രീകൾ ലീഗിൽ വളർന്നു വരുന്നത് ഒരു കാരണവശാലും സഹിക്കാത്ത ഒരു യാഥാസ്ഥിതിക വിഭാഗം ലീഗിലുണ്ട് എന്നുള്ളത് പകലുപോലെ വ്യക്തമാണ്. 21-ാം നൂറ്റാണ്ടിലും ഇറാനിലെ ഹിജാബ് ധരിക്കാത്തതിന് പെൺകുട്ടികളെ കൊല്ലുന്ന കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. യാഥാസ്ഥിതികത്വം, മതമൗലികവാദം ഒക്കെ വല്ലാതെ കേരള സമൂഹത്തെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സംസ്കൃത ചിത്തയായ ദീർഘവീക്ഷണമുള്ള ഒരു വനിതാ നേതാവിൻ്റെ സേവനം വേണ്ട എന്ന് മുസ്ലിം ലീഗ് കരുതിയെങ്കിൽ മുസ്ലിം ലീഗിന് പറ്റിയ തന്ത്രപരമായ ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിനകത്ത് വളരെ വിശദമായി തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ടല്ല പോകുന്നത്, മറിച്ച് അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഫാത്തിമ തഹ്ലിയയുടെ യോഗ്യതയും വനിതാ ലീഗ് പ്രവർത്തകരുടെ അയോഗ്യതയും എന്താണ്? അത് പറയണമല്ലോ. ഒരു സീറ്റ് കൊടുക്കണമെങ്കിൽ അത് പറയണ്ടേ? ഏതൊരു ചെറിയ പാർട്ടിയാണെങ്കിലും ഒരാൾക്കൊരു സീറ്റ് കൊടുക്കണമെങ്കിൽ ഈ ആളിൻ്റെ സേവനം ഞങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നു, അല്ല ഇന്ന രംഗത്ത് കഴിവ് തെളിയിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ സീറ്റ് കൊടുത്തത്, അല്ല എനിക്കിഷ്ടമുള്ളവരുടെ സീറ്റ് കൊടുത്തു എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. അത് രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ അത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ PMA സലാമിനോ സാക്ഷാൽ പാണക്കാട് തങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങൾക്കോ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അവർ പതറുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സാറിന് ഒരുപക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ട് കാണും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ ചോദിച്ച വളരെ സിമ്പിൾ ചോദ്യമാണ്. ഫാത്തിമ തഹ്ലിയയ്ക്ക് നിങ്ങൾ സീറ്റ് കൊടുത്തോളൂ, എന്താണ് അവരുടെ യോഗ്യത? ഞങ്ങൾക്ക് സീറ്റ് നിഷേധിച്ചോളൂ, എന്താണ് ഞങ്ങളുടെ അയോഗ്യത? അത് പറയണ്ടേ? അതേസമയം ജയന്തി രാജന് സീറ്റ് കൊടുത്തതിനെക്കുറിച്ച് അവർ ഹിന്ദു സ്ത്രീയാണ്, അതിനെക്കുറിച്ച് നൂർബിന റഷീദ് ഒന്നും പറഞ്ഞിട്ടില്ല, അവരുടെ യോഗ്യതയും ചോദിക്കുന്നില്ല. അപ്പോൾ ഒരു ഹിന്ദു സ്ത്രീയെ വയനാട്ടിലുള്ള ഒരാൾ മുസ്ലിം ലീഗിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഇവരുടെയൊക്കെ സീനിയോറിറ്റി മറികടന്ന്, ഇവരുടെയൊക്കെ അനുഭവ സമ്പത്ത് മറികടന്ന്, ഇവരുടെ ആത്മസമർപ്പണം അവഗണിച്ച് ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഒരു സീറ്റ് കൊടുക്കണമെങ്കിൽ അതെന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയാനുള്ള സാങ്കേതികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കുണ്ട്, PMA തങ്ങൾക്കുണ്ട്, PMA സലാമിനുണ്ട്, ഒപ്പം
കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കരുതുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് രാജിവെച്ചുവെങ്കിലും മുസ്ലിം ലീഗിലെ വനിതാ ലീഗിൽ അംഗമായി തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, പലപ്പോഴായി ചോദിക്കുമ്പോഴൊക്കെ തഹ്ലീക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് നേതൃത്വമാണ് ഒടുവിൽ സീറ്റ് കൊടുത്തതെന്ന് പറയുന്നു. ഇനിയൊരു മറ്റു കാര്യം പറയുന്നതെന്ന് പറയുന്നത് വലിയ രീതിയിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് കല്ലും മുള്ളും ചവിട്ടി വന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണെന്ന് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് വച്ച് നീട്ടേണ്ട സീറ്റുകൾക്ക് അതിനെ ഈ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളായി ലീഗിലും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല വളരെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ലീഗ് നേതൃത്വത്തിനെതിരെയും മറ്റ് പലർക്കെതിരെയും ലീഗുമായി ബന്ധപ്പെട്ടവർക്കെതിരെയും വളരെ വ്യക്തമായ പരാതികൾ ഉന്നയിച്ച ഒരു വ്യക്തിക്ക് എന്നിട്ട് ഒരു കൂസലുമില്ലാതെ ആ പരാതികൾ പെട്ടെന്ന് തന്നെ പിൻവലിക്കാനുള്ള സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിയ ഈ ലീഗിനെ തന്നെ ഒരു പക്ഷേ അവരുടെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഒന്ന് ആയാസം വേഗത കുറയ്ക്കാനുള്ള പ്രവൃത്തികൾ ചെയ്ത ഒരു ലേഡിക്കാണ് ഈ സീറ്റ് കൊടുത്തത്. അവിടെയാണ് അവരുടെ ഒരു മാത്രമല്ല സാർ ഒരു കാര്യം കൂടി ചിന്തിച്ചിട്ട് ഒരു അഭിപ്രായം പറയണം. ഇവരുടെ അഭിപ്രായവും ഈ ആരോപണവും ഇവിടെ മാത്രം ഒതുങ്ങുന്നില്ല. മുനീർ അവസാന നിമിഷം വരെ സീറ്റ് കൊടുക്കാം എന്ന വാഗ്ദാനം ഉണ്ടായിരുന്നുവെന്നും ഒടുവിൽ അവസാന നിമിഷം അദ്ദേഹത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു കോക്കസ് ഇതിനകത്ത് സ്വാഭാവികമായും വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലേ അത്? സാറേ, ഇതിപ്പോൾ മുസ്ലിം ലീഗിനെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ചാൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കാണാനുള്ളൊരു സത്യമായ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സൗമ്യനായ പക്വമതിയായ ദീർഘവീക്ഷണമുള്ളൊരു നേതാവായിരുന്നു. ലീഗിലൊരു കലാപം തന്നെ നടക്കുകയാണ് സാറേ. അതിനകത്ത് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിക്ക് സീറ്റ് നിഷേധിച്ചപ്പോഴേ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കി. ഞങ്ങളെപ്പോലുള്ള ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തങ്ങൾ പാണക്കാട്ടുണ്ടായിരുന്നു. വാചകം വളരെ ആഴത്തിൽ കൊള്ളുന്ന ഒന്നാണ്. അദ്ദേഹം 1, 2, 3 പ്രാവശ്യം MLA ആയിട്ടിരുന്ന ആളാണ്. അവസാനം ചാവേറായി പുനലു വന്ന് മത്സരിച്ച ഒരാളാണ്. നല്ല പ്രാസംഗികനാണ്, നല്ല പൊതുപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം പോലും സ്ഥാനം കിട്ടാഞ്ഞിട്ട് പോയി എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഇവിടെ ഒരു കൊട്ടാര വിപ്ലവത്തിന് എന്തോ അണിയറയിൽ നീങ്ങുന്നു എന്ന ഒരു ധാരണയാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം സാർ ശ്രദ്ധിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. PMA സലാം എന്താ പറഞ്ഞത്? ഞങ്ങളുടെ യോഗ്യത എന്താണ്, ആ കുട്ടിയുടെ അയോഗ്യത എന്താണ്? ഞാൻ ലീഗിൽ തുടരും, പക്ഷേ ഞാൻ പാർട്ടി ദേശീയ സെക്രട്ടറിയായിട്ട് തുടരാൻ എനിക്ക് താല്പര്യമില്ല. അതിന് ഷോ കോസ്റ്റ് നോട്ടീസ് കൊടുക്കുമെന്നാണ് PMA സലാം എന്ന് പറയുന്ന മഹാനായ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പ്രവർത്തിക്കാൻ അസൗകര്യമുണ്ട്, ഞാൻ പാർട്ടി സ്ഥാനം രാജിവെക്കുന്നതിന് ഷോ കോസ്റ്റ് നോട്ടീസ് ഉണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം, പാർട്ടി വിരുദ്ധ എന്ത് നിലപാടാണ് നൂർബിന റഷീദ് സ്വീകരിച്ചത്? പാർട്ടിക്കെതിരെ എന്താണ് അവർ പറഞ്ഞത്? പാണക്കാട് തങ്ങൾക്കെതിരെ എന്താണ് അവർ പറഞ്ഞത്? മുസ്ലിം ലീഗിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്കോ ദർശനങ്ങൾക്കോ എതിരായിട്ടൊന്നും നൂർബിന റഷീദ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ സെക്രട്ടറി സാറിനോട് ഞാൻ നോട്ടീസ് കൊടുക്കുമെന്ന് പറയുന്ന പരിഹാസ്യമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് ലീഗിനുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പരിമിത വിഭവനാണ്, കയ്യിലൊന്നുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അതിന് മറുപടി പറയേണ്ട അങ്ങനെയൊന്നും അല്ലല്ലോ. ലീഗിന് നിൽക്കുന്നോ ലീഗിന് പോകുന്നൊന്നുമല്ല. ലീഗ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ MLA മാർക്ക് ശമ്പളം കൊടുക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നാണ് അല്ലേ? അല്ല, വഖഫ് ട്രസ്റ്റിൽ നിന്നൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. അവിടെ MLA ആയിട്ടിരിക്കുന്നതും MP ആയിട്ടിരിക്കുന്നതിൻ്റെ യാത്രപ്പടി നമ്മുടെയൊക്കെ കൂടെ വാങ്ങിച്ച് എടുക്കുന്ന ആളുകൾക്ക് അതങ്ങനൊന്നും വായി വരുന്നതൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു, അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് PMA സലാം അവിടെ പതറുന്നു. ഞാൻ ആ TV-യിൽ സാദിഖ് അലി തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. സാദിഖ് അലി തങ്ങൾ വിസിബിളി ഫ്രസ്ട്രേറ്റഡാണ്. TV-യിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ടോണാലിറ്റി, ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ നമ്മുടെ കണ്ണുകളുടെ ശരീരത്തിൻ്റെ ഭാഷയെ മറയ്ക്കാൻ ഒരു ടെലിവിഷനിലൂടെയും കഴിയത്തില്ല. എത്രയൊക്കെ ആടയാഭരണങ്ങൾ അണിഞ്ഞാലും മേക്കപ്പ് അണിഞ്ഞാലും നമ്മുടെ മനസ്സിലെ ടെൻഷൻ, നമ്മുടെ മനസ്സിലെ നിരാശ, നമ്മുടെ മനസ്സിലെ കോപം, ക്രൗര്യം ഒക്കെ കൃത്യമായി നിരീക്ഷിച്ചാൽ ആർക്കും മനസ്സിലാവും. അപ്പം ഞാൻ കണ്ടത് പതറുന്ന ഒരു നേതാവിനെയാണ് സാദിഖ് അലി തങ്ങളിൽ ഞാൻ കണ്ടത്. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ഞാൻ കണ്ടില്ല. അതിന് മറുപടി പറയും. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ 2021 നൂർബിന റഷീദിന് ഞങ്ങൾ കോഴിക്കോട് സൗത്ത് കൊടുത്തില്ലേ? പ്രശ്നം അതല്ലല്ലോ, കൊടുത്ത് തോൽപ്പിച്ചു. നൂർബിന റഷീദ് അത് അദ്ദേഹം പറയുന്നില്ലെങ്കിലും നൂർബിന റഷീദ് സീറ്റിന് വേണ്ടി അല്ലല്ലോ മത്സരിച്ചത്. നൂർബിന റഷീദ് ചോദിച്ചൊരു ചോദ്യം, ഇന്നല്ലെങ്കിൽ നാളെ പാണക്കാട് തങ്ങളും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ലീഗിലെ മറ്റ് നേതാക്കന്മാരും മറുപടി പറയേണ്ടതാണ്. എന്താണ് ഇത്രയും കാലം ഞങ്ങൾ
സമർപ്പിത മനസ്കരായിട്ട് നിന്ന് ലീഗിന് പ്രവർത്തിച്ച ഞങ്ങളെ അവഗണിക്കാനും ഇന്നലെ വന്ന പാണക്കാട് തങ്ങളെ വിമർശിച്ച ഒരു പെൺകുട്ടിക്ക് സീറ്റ് കൊടുക്കാനും നിങ്ങളെ പ്രേരിപ്പിച്ച എന്തിനാണെന്ന് മാത്രം ഒരു ചോദ്യമാണ്. നടപടിയെടുത്തുകൊണ്ടോ പണ്ട് കോഴിക്കോട് സീറ്റ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ നൂർബിന റഷീദിൻ്റെ ചോദ്യത്തിന് മറുപടിയാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചോദ്യം ലീഗിനെ വേട്ടയാടാൻ പോവുകയാണ് സാറേ. മാത്രമല്ല സാർ, ഇപ്പോൾ 2 സ്ഥാനാർത്ഥികൾ വനിതകളായിട്ടുണ്ട്. പക്ഷെങ്കിൽ പോലും ഏറ്റവും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പപ്പോഴത്തേക്ക് പുതിയ വനിതാ സംവരണ ബില്ല് വരുന്നു. സ്വാഭാവികമായിട്ട് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ താരതമ്യേന അല്ലെങ്കിൽ വളരെ കടുത്ത മത്സരം നേരിടുന്ന സ്ഥലത്താണ് ഈ 2 വനിതാ സ്ഥാനാർത്ഥികൾ. എപ്പോഴും അവരുടെ ദുരുദ്ദേശപരമാണ് ഈ സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലത്തിൽ നിശ്ചയിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ഒരാൾക്കെങ്കിലും വളരെ ഈസിയായിട്ട് ജയിച്ച് വരാവുന്ന മുസ്ലിം ലീഗിന് എത്ര കാര്യത്തിൽ അങ്ങനെ ഉണ്ട്. അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഈ കൊടുത്തതിൽ ആത്മാർത്ഥത കാണുമായിരുന്നു. അങ്ങനെ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് യോഗ്യത ഉള്ളവർക്കും കൂടി കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ തെഹ്ലിയുടെ ഇഷ്യൂ വരുന്നത്. മറ്റേത് വളരെ കടുത്ത മണ്ഡലത്തിലാണ് മറ്റൊരാൾ മത്സരിക്കുന്നത്. ഇനി അടുത്ത ഇങ്ങനെയാണ് സ്ഥിതി വിശേഷമെങ്കിൽ അടുത്ത ഇനി 33% പോകുമ്പോൾ ഇവർ എന്തെല്ലാം ബുദ്ധിമുട്ടും. അത് വലിയൊരു പ്രശ്നമാണ് സാറേ. അതിനകത്ത് ഈ 33% സംവരണത്തിലേക്ക് പോകുമ്പോൾ വല്ലാതെ പതറുന്നൊരു പാർട്ടി ലീഗാണ്. കാരണം മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്തൊരു പാർട്ടിയാണത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പണ്ട് മത്സരിക്കുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്ന് പഞ്ചായത്ത് നഗരപാലിക ബിൽ, പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല് പാസ്സായ ഒരു കാലഘട്ടമുണ്ട്. അവർക്ക് ഈ സംവരണം കൊടുത്ത കാലഘട്ടത്തിൽ ഞാൻ എംഫിലിൽ പഠിച്ചിട്ടിരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേരെഴുതി വെക്കും. ചിലയിടത്ത് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിൻ്റെ പടം കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ചിലയിടത്ത് ആ ബോർഡിൽ ഒരു പൂമ്പാറ്റയുടെ പടം വെച്ചേക്കും, ഈ സ്ത്രീയുടെ പടം വെക്കത്തില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ ഞാൻ പോയപ്പോൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സ്ത്രീകളുടെ പടം ഫ്ലെക്സ് ബോർഡിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഉണ്ടല്ലോ. ഇനി 2029 ശേഷം ഈ വനിതാ സംവരണം വരുമ്പോൾ വനിതകൾക്ക് സംവരണം അവർ കൊടുക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴത്തെ ലീഗ് നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുന്നത് നൂർബിന റഷീദിനെ പോലെയുള്ള അർഹതയുള്ള ആളുകൾക്ക് സീറ്റ് നിഷേധിക്കുകയും ഫാത്തിമ തഹ്ലിയയെ പോലെ ഇന്നലെ വന്ന ആളുകൾക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം അവർക്ക് വളർത്തിയെടുക്കാം. അത് അവരുടെ പാർട്ടി, അതവർക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ വരുമ്പോഴും സ്ത്രീകളെ അംഗീകരിച്ചേ മതിയാകൂ എന്നൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് വരുന്നത്. ഏറ്റവും രസകരമായൊരു കാര്യം, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന സ്റ്റേറ്റ്മെൻറ്റ്, തങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് പുരുഷന്മാർക്ക് മുസ്ലിം ലീഗ്, സ്ത്രീകൾക്ക് വനിതാ ലീഗ്. എത്ര പരിഹാസ്യമാണ് സാറേ ഇത് പറയുന്നത്. ഞാൻ MA ഒക്കെ കഴിഞ്ഞ സമയത്ത് കോഴിക്കോട് ഒരു കോളേജിൽ, പിന്നെ ട്യൂട്ടോറിയൽ കോളേജിൽ, അന്ന് പിന്നെ എന്തുള്ള പാരലൽ കോളേജ് അവിടെ പഠിപ്പിക്കാൻ പോയപ്പോഴേ ഈ പിന്നെ ആൺകുട്ടികളെ ഒരു സ്ഥലത്തും പെൺകുട്ടികളെ വേറെ സ്ഥലത്തും ഇടയ്ക്കൊരു മറയുണ്ട്. ഇപ്പം അത് കാണത്തില്ല. ആ യാഥാസ്ഥിതികത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. അപ്പം ലീഗ് മാറിയേ മതിയാകും. അപ്പോൾ അതുകൊണ്ട് തങ്ങൾ ആദ്യം നിലപാട് സ്വീകരിക്കേണ്ടത് മുസ്ലിം ലീഗ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, വനിതാ ലീഗ് വനിതകൾക്ക് മാത്രമുള്ളതാണ്. ബസ്സിലെ ഈ സീറ്റ് റിസർവ് ചെയ്യുന്ന പോലെ സ്ത്രീകൾക്കുള്ള സീറ്റ് സ്ത്രീകൾക്ക് മാത്രമാണ്. ജനറൽ സീറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. കോൺഗ്രസ് എല്ലാവർക്കും ഉള്ളതാണ്. മഹിളാ കോൺഗ്രസ് മഹിളകൾക്ക് മാത്രമുള്ളതാണ്. CPM-ലെയും മഹിളാ സംഘം വനിതകൾക്കുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച് 19ാം നൂറ്റാണ്ടിലെ പ്രത്യയശാസ്ത്രവുമായി പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് 21ാം നൂറ്റാണ്ടിൽ എത്ര കാലം ഇങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്ന് ചരിത്രമാണ് മറുപടി പറയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.